الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാഹ്, ഫസാദ് എന്നിങ്ങനെയുള്ള വാക്കുകൾ സർവ്വസാധാരണമായി മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ കേൾക്കാറുണ്ട്. സാധാരണ സംസാരങ്ങളിൽ കേൾക്കുന്ന വാക്കാണ് ഫിത്നയും ഫസാദും എന്നൊക്കെ കേൾക്കാറുണ്ട്. സ്വലാഹ് എന്നാൽ നീതി, നന്മ, നല്ലത് എന്നൊക്കെയാണ്. ഫസാദോ അതിൻ്റെ നേരെ വിപരീതം, കേട്, തിന്മ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടിനും ഭൂമിയിൽ മനുഷ്യവർഗത്തിൽ ആളുകളുണ്ട്. നന്നാക്കാനും ആളുണ്ട്, വെടക്കാക്കാനും ആളുണ്ട്. ഖുർആൻ സ്വലാഹിന്റെ പക്ഷത്താണ്. ശരീഅത്ത് അതാണ് പരമമായ സ്വലാഹ്, നന്മ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ. ആ പരമമായ നന്മയിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നതാണ്, അതിനാണ് ഖുർആൻ ശ്രമിക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ പദ്ധതി. നന്മയും തിന്മയും ലോകത്തുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അള്ളാഹു ഖുർആനിൽ 50-ലേറെ സ്ഥലങ്ങളിൽ ഇസ്ലാഹിനെ പറ്റി പറയുന്നുണ്ട്. ഫസാദ് പാടില്ല എന്ന് പറയുന്നുണ്ട്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഒരു നല്ല അവസ്ഥ സംജാതമായതിനു ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അള്ളാഹു പറയുന്നു. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇസ്ലാഹും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇസ്ലാഹ് അവരുടെ അജണ്ടയിലില്ല. അങ്ങനത്തെ ആളുകളുണ്ട് എന്ന് സൂറ ശുഅറായിൽ അല്ലാഹു തആല പറയാണ്. അപ്പൊ ഫസാദിനെ തൊട്ടുള്ള താക്കീത് നിരവധി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആളുകളൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങൾ സ്വലാഹിന്റെ പക്ഷത്താണ് എന്ന്, നന്മയുടെ പക്ഷത്താണ്. ഞങ്ങൾ മനസ്സിലാക്കാത്തതും ഞങ്ങൾ ചെയ്യാത്തതും ഞങ്ങൾ അംഗീകരിക്കാത്തതും അതാണ് ഫസാദ്. അപ്പൊ ഫസാദും സ്വലാഹും നിർണയിക്കുന്നതിലാണ് അഭിപ്രായ വ്യത്യാസം. സ്വലാഹാണ് വേണ്ടത്, ഫസാദ് പാടില്ല എന്ന വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഏതാണ് ഈ സ്വലാഹ്, ഏതാണ് ഫസാദ്, അതാണ് തിരിച്ചറിയാതെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ പോലും, ഇസ്ലാമിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ പോലും പറയുന്നത് ഇസ്ലാം ഫസാദാണ്. അതെങ്ങനെങ്കിലും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ സ്വലാഹ് ഉണ്ടാവുള്ളൂ, നന്മ ഉണ്ടാവുള്ളൂ. അതിനാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഫിറഔനും പറഞ്ഞ അത് തന്നെയാണ്. ഫിറഔൻ പറഞ്ഞു വഖാല ഫിർഔനു, ഫിർഔൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു തരിക നമുക്ക്, ദറൂനി, നിങ്ങൾ എന്നെ വിടി, അഖ്തുൽ മൂസ, ഞാൻ മൂസേനെ കൊല്ലട്ടെ. നിങ്ങൾ ആരും ഒരഭിപ്രായം പറയണ്ട, അടുത്ത പദ്ധതി മൂസേനെ കൊല്ലലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നാ ആ ഒരു വിഷയത്തിന് വിട്ടേക്ക്. പിന്നെ അവിടെ ഉണ്ടാവുക എന്താ? മൂസ പഠിച്ചോനോട് ദ്വാരക്കലല്ലേ, വല്യദൂ റബ്ബഹു, ഓൻ്റെ റബ്ബിനോട് ദ്വാരന്നോട്ട്. അയിമൽ വരുന്നത് ഞാൻ കണ്ടോളാം, നിങ്ങൾ എന്നെ വിടൂ. കാരണം ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങളുടെ മതത്തെ മാറ്റിമറിച്ച് കളയും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇപ്പൊ അവിടെ ഉള്ള ദീനെന്താ? നിലവിലുള്ള ദീന് ഫിർഔനാണ് റബ്ബ്, ഫിർഔനാണ് ഇലാഹ്, അവൻ പറയുന്നതനുസരിച്ച് ജീവിച്ചു കൊള്ളുക എന്ന ഒരു സംഗതിയാണ് അവിടെ ഉള്ളത്. അതിനെ ഇവൻ മാറ്റിക്കളയും. ഔ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് കുത്തിപ്പൊക്കിക്കളയും. ആര്? മൂസ. മൂസ ഫസാദ് കുത്തിപ്പൊക്കിക്കളയും എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ മൂസേനെ കൊല്ലാൻ പോവുകയാണ് എന്നാണ് ഫിർഔൻ പറഞ്ഞത്. അപ്പൊ ഫിർഔന്റെ കാഴ്ചപ്പാടിലുള്ള സലാഹ് അവന്റെ ആശയാണ്. മൂസാ നബി കൊണ്ടു നടക്കുന്നത് ഫിർഔന്റെ കാഴ്ചപ്പാടിൽ ഫസാദാണ്. തന്നെയുമല്ല, ഫിർഔനിന്റെ ആളുകൾ പറഞ്ഞത് തദറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർളി. ഫിർഔനോട് ചോദിക്കുക, മൂസേനെ ഓന്റെ ജനങ്ങളെ നീ വിടുകയാണോ ലിയുഫ്സിദു ഫിൽ അർളി, ഭൂമി കുഴപ്പമുണ്ടാക്കാൻ? മൂസ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, മൂസ ഹാറൂൻ. അപ്പൊ മൂസയും ഹാറൂനും ചെയ്യുന്നത് കുഴപ്പമാണ് എന്ന് ഫിർഔനും, അത് ഫസാദാണ് എന്ന് ഫിർഔനിന്റെ അനുയായികളും വിശ്വസിക്കുകയും പറയുകയും ചെയ്തത് ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏത് കാര്യത്തിന് വേണ്ടിയും കച്ചകെട്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അവരാ പ്രവർത്തിക്കുന്നതാണ് സ്വലാഹ്, അതാണ് നല്ലത്, അതിന്റെ വിപരീതം ഫസാദാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ അല്ലാഹു തആല ഒരു മറുപടി പറയുന്നുണ്ട് ഇതിനെല്ലാം. ഈ ഫസാദും സലാഹും ഏതാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന റബ്ബിനാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ല. ആരാണ് മുഫ്സിദ്, ആരാണ് മുസ്ലിഹ്, അള്ളാഹ്ക്ക് അറിയാകുന്നത്. അള്ളാഹ് പറയുന്നു വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. ആളുകളുടെ കൂട്ടത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവനുമുണ്ട്, നന്നാക്കുന്നവനുമുണ്ട്. അത് വേർതിരിച്ചറിയാവുന്നവൻ അള്ളാഹുവാണ്. ആ അറിവ് അള്ളാഹു ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിന് കുറച്ച് സമയമെടുക്കും. അതാണ് ഈ ഫിർഔനിന്റെ പതനത്തിന് ശേഷം ലോകം കണ്ടത്. ആളുകൾക്ക് പിന്നീട് മനസ്സിലായി മൂസാ നബി അലൈഹിസ്സലാമായിരുന്നു സലാഹിന്റെ പക്ഷത്ത്, ഫസാദിന്റെ പക്ഷത്ത് ഫിർഔനായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൂസാ നബിയുടേത് ഫസാദാക്കാനും അവരുടേത് സ്വലാഹാക്കാനും അവര് വല്ലാതെ പരിശ്രമിച്ചു. പക്ഷെ അള്ളാഹു സലാഹിയത്തിന്റെ ഭാഗം വിജയിപ്പിക്കുകയും ഫസാദിന്റെ ഭാഗം പരാജയപ്പെടുത്തുകയും അത് ഫസാദാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കൾ തൗഹീദിലൂടെ മുന്നോട്ട് പോവുക. ഇനി അവർ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, അവർ പിന്തിരിയുകയാണെങ്കിൽ ആരാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണെന്ന് വീണ്ടും അള്ളാഹു തആല പറയുകയാണ്. ഈ ഫസാദ് എന്ന് പറയുന്ന സംഗതി എല്ലാ വിഷയത്തിലും ഉണ്ട്. കുടുംബത്തിൽ ഫസാദുണ്ട്, ആദർശത്തിൽ ഫസാദുണ്ട്, കച്ചവടത്തിൽ ഫസാദുണ്ട്, രാഷ്ട്രീയത്തിൽ ഫസാദുണ്ട്. ഒരു മനുഷ്യൻ തൊടുന്ന എല്ലാ മേഖലകളിലും സലാഹും ഫസാദും ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി സ്വലാഹിന്റെ ഭാഗത്ത് നിൽക്കുക എന്ന ഉത്തരവാദിത്തമാണ് മനുഷ്യൻ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ ഫസാദ് ഉണ്ട് എന്ന വിഷയത്തിൽ ഏകകണ്ഠമായി യോജിക്കുന്ന ആളുകളെ ലോകത്തുള്ളൂ. എല്ലാവർക്കും അറിയാം ഫസാദ് ഉണ്ട്, സലാഹ് ഉണ്ട്. ഏതാണ് എന്ന വിഷയത്തിൽ മാത്രമാണ് തർക്കം. എന്നാൽ അല്ലാഹു തആല അവന്റെ ശരീഅത്ത്, അവന്റെ ഖുർആൻ, ആ ഖുർആനിലൂടെ റസൂലുള്ളാഹിയുടെ തിരുചര്യയിലൂടെ എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ, അവിടെ ഇരകൾ
കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ അവൻ ചെയ്യുന്നത് സലാഹാണ്, നല്ല പണിയാണ്. അതിനെ ഏത് രൂപത്തിലും വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും അവൻ സന്നദ്ധനാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരെ കൊല്ലുക, നിരപരാധികളെ കൊന്നു തള്ളുക, ഈ ഒരു ദയനീയമായ സാഹചര്യം ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നന്മയുണ്ട്, തിന്മയുണ്ട്, സ്വലാഹുണ്ട്, ഫസാദുണ്ട്. വ്യാപാര രംഗത്ത് അവിടെയൊക്കെയുണ്ട് സ്വലാഹും ഫസാദും. ഇതെല്ലാം വിപുലമായി വളരെ വിശദമായി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ചെയ്തെങ്കിലാണ് നന്നാവുക, അതാണ് ശരീഅത്ത്. അതല്ലാതെ ഏതെങ്കിലും കുറച്ച് കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമോ ആ രൂപത്തിലുള്ള ഒരു അധ്യാപനം മാത്രമോ അല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മനുഷ്യന്റെ ജീവിതം മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന, അതിലുള്ള തെറ്റും ശരിയും വേർതിരിക്കുന്ന, സ്വലാഹും ഫസാദും വേർതിരിക്കുന്ന ഒരു മേഖലയാണ് പരിശുദ്ധ ശരീഅത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വലാഹ് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ പക്ഷത്ത് നിൽക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് കൃത്യമായി അല്ലാഹു തആല സ്വലാഹ് എന്താണെന്ന് അറിയാവുന്ന അല്ലാഹു കൃത്യമായി ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ ദയനീയമെന്ന് പറയട്ടെ, അല്ലാഹു പറയാണ്, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഫസാദിന്റെ ആളുകളോട് പറഞ്ഞാൽ കാലു, അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ സലാഹിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ നന്നാക്കുന്ന ആൾക്കാരാണ്. ഇതാരാ പറയുന്നതെന്നറിയോ? ഇത് ലോകത്ത് എല്ലാ ഫസാദിന്റെ ആളുകളും പറയുന്ന ന്യായമാണെങ്കിലും അള്ളാഹു ഈ ആയത്തിന്റെ പാശ്ചാത്തലം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞത് ആരെ പറ്റിയാ? മുനാഫിഖീങ്ങളെ പറ്റി, കപടവിശ്വാസികളെ പറ്റി. അവരെവിടെയുള്ള മദീനത്ത് റസൂൽ ഒരു ഭാഗത്ത് ദീൻ നടത്തുകയാണ്, ഒരു ഭാഗത്ത് റസൂല് ദീൻ നടത്തുമ്പോൾ അതേ സ്ഥലത്ത് മുനാഫിഖീങ്ങൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതിനെതിരായി പ്രവർത്തിക്കുന്ന മുനാഫിഖീങ്ങളോട് അവരെ റസൂലിന്റെ അനുവാദം ഇല്ലാണ്ട് പള്ളി ഉണ്ടാക്കുക, അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം, എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ റസൂലിനെ വിളിക്കുക, നാട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുഴപ്പമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞു ലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അപ്പൊ അവര് പറയാ ഞങ്ങൾ കുഴപ്പമാണോ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ നല്ലതല്ലേ, ഞങ്ങൾ പള്ളി ഉണ്ടാക്കുക, അതുപോലത്തെ പ്രവർത്തനങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ മുസ്ലിഹീങ്ങളല്ലേ എന്നാണ് അവര് പറയുന്നത്. പിന്നെ ആർക്കാ ഈ സലാഹിയത്തിന്റെ വാദം ഉന്നയിച്ചു കൂടാത്തത്? റസൂലുള്ള സമയത്ത് റസൂലിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഞങ്ങൾ സലാഹിയത്തിന്റെ പക്ഷത്താണ് എന്ന് പറയുകയും അത് ഖുർആനിൽ അല്ലാഹു ഉദ്ധരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആർക്കാണ് ഈ സലാഹിയത്ത് അവകാശപ്പെട്ടുകൂടാത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനാകെയുള്ള പരിഹാരം ഖുർആനിലേക്ക് വരലാണ്, റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് വരലാണ്. അതല്ലാതെ വേറെ പരിഹാരം ഇതിനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ചരിത്രം പരിശോധിക്കുക, എന്നാൽ ആരായിരുന്നു സലാഹിന്റെ പക്ഷത്തുള്ളത് എന്ന് മനസ്സിലാകും. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഈ ഫസാദിന്റെ ആളുകളുടെ ഭാവി എന്തായിരുന്നു എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അപ്പൊ കാലം കഴിയുമ്പോൾ ചരിത്രത്തിലൂടെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും അനുഭവത്തിലുള്ളത് ഖുർആനിന്റെ വെളിച്ചത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആലോചിക്കാനും അല്ലാഹു തആല ആഹ്വാനം ചെയ്യുകയാണ്. കച്ചവട രംഗത്ത് അല്ലാഹു പറഞ്ഞു വൗഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. വലാ തബ്ഹസുൻ നാസ അശിയാഅഹും, ജനങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തുഫ്സിദൂ ഫിൽ അർളി, അതുവഴി നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അപ്പൊ കച്ചവടത്തിലുള്ള സ്വലാഹിയത്ത് അതിൽ നീതി പാലിക്കലാണ്. അതിലേതെങ്കിലും രൂപത്തിലുള്ള കൃത്രിമം കാണിച്ചാൽ, ഇന്ന് കൃത്രിമമല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? കച്ചവട രംഗത്തൊക്കെ ഒരു കമ്പനി തുടങ്ങി, അതൊന്ന് ക്ലിക്കായി എന്ന് ബോധ്യപ്പെട്ടാൽ മതി, ഉടനെ ഇറങ്ങും അതിന്റെ വ്യാജൻ. വാങ്ങുന്നവർക്കറിയില്ല ഏതാണ് ഒറിജിനൽ ഏതാണ് വ്യാജമെന്ന്. ഒന്നാം നമ്പർ ഫസാദല്ലേ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അല്പം കുറഞ്ഞാലും ഒറിജിനൽ തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ ഇതല്ല, ഇത് ഒറിജിനലിലെ വെല്ലുന്ന ഡ്യൂപ്ലി ഇറക്കിയിട്ട് വ്യാജം വന്ന് കീഴടക്കിയിരിക്കുകയാണ് എല്ലാ മേഖലകളും. ഏത് മേഖലയിലാണ് ഫസാദില്ലാത്തത്? ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ്. അല്ലാഹു തആല വളരെ വ്യക്തമായി ഖുർആനിൽ ഇതിനെല്ലാം താക്കീത് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ
അള്ളാഹു നമ്മോട് പറയുന്നു കുലു വശ്റബു, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ഭക്ഷണമുണ്ട്, കഴിച്ചോളി. അതുപോലെ തന്നെ വശ്റബു, നിങ്ങൾ പാനീയങ്ങൾ ഉപയോഗിച്ചോ, ഇതൊക്കെ അള്ളാന്റെ റിസ്ഖ. പക്ഷേ വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ നാശകാരികളായി ഭൂമി കുഴപ്പമുണ്ടാക്കരുത്. തിന്നുന്നതിനും കുടിക്കുന്നതിനും വരെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഒരാവശ്യം മനസ്സിലാക്കിയിട്ട് അതുപോലെ ഉപയോഗിക്കണം. അതിനുള്ളതേ ഇവിടെ ഉള്ളൂ. ഇവിടെ മനുഷ്യന്റെ ആശ തീർക്കാനുള്ള സ്ഥലമല്ല, ആവശ്യം തീർക്കാനുള്ള സ്ഥലമാണ് ദുനിയാവ്. ആശ തീർക്കാനുള്ള സ്ഥലം സ്വർഗാണ്. അതവിടെ പോയിട്ടാണ് തീർക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോ നിങ്ങളുടെ ആവശ്യത്തിന് ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച സംഗതികൾ അത് നിങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അല്ലാഹു തആല പറയുമ്പോ ഇതിനെ അവഗണിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക് മതിയാകൂല. എത്രയോ ഇനം ഭക്ഷണങ്ങൾ. ഏതെങ്കിലും പരിപാടി സംഘടിപ്പിച്ചാൽ അവിടെ വേസ്റ്റ് ആകുന്ന ഒരുപാട് സംഗതികൾ. അള്ളാഹ് പറയാ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കല്ല. അപ്പൊ ഫസാദ് എന്ന് പറയുന്ന സംഗതി അത് ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിന് മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സലാഹുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളിലും ഫസാദുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം, അവിടുത്തെ ജനത അവർ സ്വവർഗരതിയുടെ ആളുകളായിരുന്നു, പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനത്തിന്റെ ആളുകളായിരുന്നു. അങ്ങനെ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ വിമർശിച്ചു. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഒരു സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല ഇതുണ്ടാകുന്നത്, അത് തന്നെ കുറ്റമാണ്. നിങ്ങൾ വിപുലമായ മേളകൾ സംഘടിപ്പിച്ചിട്ട് പരസ്യമായി ഈ വൃത്തികേട് ചെയ്യുന്നില്ലേ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ലൂത്ത് നബിയുടെ ജനത അദ്ദേഹത്തെ എതിർത്തു. നമുക്കറിയാം അല്ലാഹു തആല ഇടപെട്ടത്. ലൂത്ത് നബി അലൈഹിസ്സലാം അവർക്കെതിരായി പ്രാർത്ഥിക്കുമ്പോ പറഞ്ഞത് ഖാല റബ്ബി, എന്റെ നാഥ, ഉൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, ഈ ഫസാദിന്റെ ആളുകളെ നീ ഒന്ന് നശിപ്പിക്കണം അല്ലാ, നീ അവർക്കെതിരെ എന്നെ സഹായിക്കണം നാഥ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്നത് ഫസാദാണ്. അവിടുത്തെ സ്വലാഹ് വൈവാഹിക ജീവിതം നയിക്കലാണ്, കുടുംബജീവിതം നയിക്കലാണ്. അപ്പൊ എല്ലാ വിഷയത്തിലും സലാഹുണ്ട്, അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും ഫസാദുമുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തില്ലേ ആ രംഗത്തുള്ള ഫസാദ് എന്താണെന്ന്. അഇന്നകും ലതഅതൂന റിജാൽ, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ, വതഖതഊന സബീൽ, നിങ്ങൾ പ്രകൃതി അനുവദിച്ചു തന്ന മാർഗം ഒഴിവാക്കുകയാണോ, അതാണോ നിങ്ങൾ അവഗണിക്കുന്നത്? പ്രകൃതിയിൽ ഒരു മാർഗമില്ലേ വികാരശമനത്തിന്, ആ മാർഗം ഒഴിവാക്കിയിട്ട് ആ സ്വലാഹിയത്ത് ഒഴിവാക്കി നിങ്ങൾ ഫസാദിലേക്ക് പോവുകയാണോ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞാൽ, കുഴപ്പത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതിനായി ഒരു ടീം എല്ലാ നാട്ടിലും ഉണ്ടാവുന്നതാണ് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു കല്യാണം നടത്തി കൊടുത്ത ഒരു സമാധാനമാണ്. എന്നാൽ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് രണ്ട് കല്യാണം മുടക്കി കഴിഞ്ഞാല് ഒരു സമാധാനം. എന്തെങ്കിലും ഒരു കുഴപ്പം നാട്ടിലുണ്ടാക്കുക, ആളുകളെ തമ്മിൽ തെറ്റിക്കുക, അത് കുടുംബമായാലും എന്തായാലും കുഴപ്പമില്ല, അത് ചെയ്താൽ ഒരു സമാധാനം. അങ്ങനെ കിട്ടുന്ന ആളുകളുണ്ട്, അവർക്കത് അതൊരു ആസ്വാദനമാണ്. അതിനെ അള്ളാഹു അവരെ അതിന് പടച്ചതാ. കാരണം ദുനിയാവില് ഇത് രണ്ടും വേണം, സലാഹും വേണം, ഫസാദും വേണം. ആ ഫസാദിന്റെ ആളുകളെ സ്വലാഹിയത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് മാത്രമേ കഴിയൂ. എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും അവര് ന്യായീകരിക്കും. റസൂലുള്ളാഹിന്റെ കാലത്ത് പറഞ്ഞില്ലേ ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ്, ഞങ്ങൾ നല്ല ചെയ്യുന്ന ആൾക്കാരാണ്, ആർക്കാ അവരെ നന്നാക്കാൻ കഴിയാം? സ്വയം തീരുമാനിക്കാതെ. അല്ലാഹു തആല സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, ആ ഒട്ടകത്തിനെ കൊന്നുകളഞ്ഞ ആളുകളില്ലേ, പാറയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒട്ടകം, ആ കൊന്ന ആളുകളെ പറ്റി എന്താ പറഞ്ഞത്? വകാന ഫിൽ മദീനത്തി തിസ്അതു റഹത്തിൻ യുഫ്സിദൂൻ, ആ പട്ടണത്തില് 9 ആളുകൾ ഉണ്ടായിരുന്നു, ഫസാദിന്റെ ആൾക്കാര്. അങ്ങനത്തെ ആളുകൾ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ഫിത്നയുടെയും ഫസാദിന്റെയും ആളുകൾ ഏത് കാലഘട്ടത്തിലും നാടുകളിൽ ഉണ്ടാകും. ഖുർആനിൽ പറയുന്നത് അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽന, കുഴപ്പം കൊലപാതകത്തെക്കാൾ നിഷ്ഠൂരമാണ്. ഒരു കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുന്നത് കൊലപാതകത്തെക്കാൾ വലിയ നിഷ്ഠൂരമാണ്. കാരണം എന്താ? ഈ കുഴപ്പമുണ്ടാക്കുന്ന സമയത്ത് അവിടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്.
ദീനീ പ്രവർത്തനം തടസ്സപ്പെടുകയാണ്. എല്ലാവിധ സംഗതികളും നന്മയും കെട്ടടങ്ങി പോവുകയാണ്. സുന്നത്തിനെതിരെ ബിദ്അത്ത് കൊണ്ട് നടക്കുക, അതൊരു ഫസാദാണ്. ദീനിനെ ഫസാദാക്കലാണ്. ദീനിൽ പല സംഗതികളും വലിയ വാൾ പോസ്റ്ററുകളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ കാണുന്നില്ലേ? ആണ്ട് കഴിക്കുക അല്ലേ? എന്താ ഈ ആണ്ട് കഴിക്കൽ? അതിന്റെ ഷർത്ത് എത്രയാ? അതിന്റെ ഫർള് എത്രയാ? അതിന്റെ സുന്നത്ത് എത്രയാ? നമുക്കറിയാലോ. ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു ആരാധനാ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫർള്, അതിന്റെ സുന്നത്ത്, അതിന്റെ ഷർത്ത്, അതിന് ചില ചിട്ടവട്ടങ്ങളില്ലേ ഇസ്ലാമിൽ? പെരുന്നാളിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് പോലും അറിയാമല്ലോ, അതിന്റെ നിയമാവലികൾ. ഇസ്ലാമിൽ എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കടത്തിക്കൂട്ടിയതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വഴി, അവര് പഠിച്ച മദ്രസ പാഠപുസ്തകത്തിൽ അത് ഏത് പ്രസ്ഥാനത്തിൻ്റെതാകട്ടെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ കഴിക്കുന്ന പരിപാടിയുടെ ഷർത്തും ഫർളും അതിന്റെ ആദാബുകളും മര്യാദകളും എന്താണെന്ന് ഒന്നും ഉണ്ടാവില്ല. ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ദീനിലില്ല? അപ്പൊ ദീനിലില്ല എന്ന് മനസ്സിലായി. ദീനിലില്ലാത്തത് ദീനിൽ ഉണ്ടാക്കൽ ഫസാദാണ്. അതുകൊണ്ട് ഫസാദാകുന്നത് അവരുടെ മതമാണ്, അവരുടെ ദീനാണ്. പുറത്തുനിന്ന് ആളുകൾ കാണുന്ന സമയത്ത് അവർ ഇസ്ലാമിനെ വിലയിരുത്തുന്നത് ഇതുകൂടി കൂട്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഫഹുവ റദ്ദ്, അതിനെ തള്ളപ്പെടേണ്ടതാണ്, അവഗണിക്കപ്പെടേണ്ടതാണ്. അള്ളാഹു തന്നെ അത് അംഗീകരിക്കാത്തതാണ്, അതിനെ തള്ളപ്പെടുന്നതാണ്. ഏതർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. ഏതായാലും അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. ഇനി പല ആളുകളും നാട്ടിൻപുറങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല. അവരെന്ത് സംസാരിച്ചാലും സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറയുന്നത് സത്യമാണ്, ഞാൻ കണ്ടതാണ്, വല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു പറയാ വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ, അമിതമായി സത്യം ചെയ്ത് നടക്കുന്ന നീചനായ വ്യക്തി, ആ വ്യക്തിയെ നീ അനുസരിച്ചു പോകരുതേ. അവന് തന്നെ അറിയാവും പറയുന്നത് ആളുകൾ വിശ്വസിക്കൂല. അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലാഫ്, വല്ലാതെ സത്യം ചെയ്യും. മഹീൻ, വ്യക്തിപരമായി അവൻ നീചനാണ്. അവന്റെ പണി ഏഷണിയും കൊണ്ട് നടക്കലാണ്. അത്തരത്തെ ആളുകളെ നീ അനുസരിച്ച് പോകരുതേ. മന്നാഇല്ലിൽ ഖൈർ, എവിടെയൊക്കെ നന്മയുണ്ടോ അതൊക്കെ തടയലാണ് അവരുടെ പണി. മുഅ്തദിൻ, അവൻ അതിക്രമിയാണ്. അസീം, പാപിയാണ്. അപ്പൊ പാപം ചെയ്യാൻ, അതിക്രമം ചെയ്യാൻ, നന്മയുടെ എതിരാളികളായി പ്രവർത്തിക്കാൻ ഒരു ടീം, ചില വ്യക്തികൾ ഏത് നാടുകളിലുമുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സലാഹിന്റെ ഭാഗത്ത് നിൽക്കണം, സ്വയം തിരുത്തണം. ഫസാദിന്റെ ഭാഗത്താണോ ഞാൻ? എന്നെ കൊണ്ട് നന്മയാണോ ഉണ്ടാകുന്നത്? ഞാൻ എത്ര ബന്ധങ്ങൾ ചേർത്തിയിട്ടുണ്ട്, ഞാൻ എത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ട്, ഏതെല്ലാം വിധത്തിൽ എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിന് നന്മ ലഭിച്ചിട്ടുണ്ട്, ദീനിന് നന്മ ലഭിച്ചിട്ടുണ്ട്, പള്ളിക്ക് പ്രവർത്തനങ്ങൾക്ക് എന്നെ കൊണ്ടെന്ത് നന്മയുണ്ടായിട്ടുണ്ട് എന്ന് എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം. തീർന്നു പോകും, അസ്തമിച്ചു പോകും, മരിച്ചു പോകും. നമ്മളെല്ലാം അല്ലാഹുവിങ്കലേക്ക് പോകേണ്ടവരാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തത് മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഫസാദാണ് നമ്മുടെ ഏടുകളിലുള്ളതെങ്കിൽ ഇല്ല, രക്ഷപ്പെടില്ല, ഒരിക്കലും തിരുത്താൻ കഴിയില്ല. അതിനാകെയുള്ള അവസരം നമ്മുടെ ശേഷിക്കുന്ന ആയുഷ്കാലയളവാണ്. അതുകൊണ്ട് ഫസാദ് ഒഴിവാക്കി സലാഹിയത്തിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി ലി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബബന്ധം, ആ കുടുംബബന്ധത്തിൽ
ഒരുപാട് അകൽച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത അകൽച്ച. നമ്മൾ വീടുകളെടുത്ത് പരിശോധിച്ചാൽ ആളുകളൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ടാകും. ഉപ്പ, ഉമ്മ, മകൻ, മകൾ എല്ലാവരും വീട്ടിലുണ്ടാകും. അവരുടെ ശരീരമൊക്കെ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. പക്ഷെ അവരുടെ മനസ്സ് കിലോമീറ്ററുകൾ അകലെയാണ്. കാരണം വാപ്പാന്റെ കയ്യിൽ ഒരു ഫോണുണ്ട്, ഫേസ്ബുക്കിലാണ്, ഉമ്മ യൂട്യൂബിലാണ്, മോന് ഗെയിമിലാണ്, മോള് വേറെ പരിപാടിയിലാണ്. അങ്ങനെ അവരുടെ മനസ്സുകൾ ഇങ്ങനെ അകലങ്ങളിലാണ്. അവിടെ ഒരു സലാഹിയത്തുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിഷയങ്ങളൊക്കെ ചർച്ചയിൽ വരിക. അങ്ങനെ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് നല്ല ഒരു കുടുംബജീവിതം നയിക്കുക. പക്ഷേ ഈ ബന്ധങ്ങൾ പലതും മുറിഞ്ഞു പോവുകയാണ്. കുടുംബ ബന്ധം എന്ന് പറയുന്ന സാധനം ഒരു സൃഷ്ടിയാണ്. മനുഷ്യനെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി. ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ഇന്ന് നമുക്ക് വലിയ ഗൗരവമുള്ള വിഷയം ഒരു മനുഷ്യനെ കൊന്നുകളയുന്നത്. കാരണം മനുഷ്യൻ എന്ന സൃഷ്ടിയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കൊന്നുകളയുന്നത് വലിയ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്കിടയിലുള്ള കുടുംബ ബന്ധം എന്ന സൃഷ്ടിയെ കൊന്നുകളയുന്നത്, മുറിച്ചു കളയുന്നത്, അത് മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന കാര്യം പലരും അറിയില്ല. കാരണം കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞിട്ട് ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. പള്ളിയിൽ വന്നിട്ടും നിസ്കരിച്ചിട്ടും നോമ്പുവച്ചിട്ടും ജുമാക്ക് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അദ്ദേഹം സലാഹിന്റെ പക്ഷത്തല്ല, ഫസാദിന്റെ പക്ഷത്താ, നശിപ്പിക്കുന്ന പക്ഷത്താണ്. എല്ലാ ന്യായവും പറയാം. പക്ഷേ ആ ന്യായങ്ങളൊക്കെ നരകം മുന്നിൽ കാണുന്ന സമയത്ത് പറയാൻ പറ്റുന്ന ന്യായമല്ല. നരകം മുന്നിൽ കണ്ടു നിന്നുകൊണ്ട് ഒരു ന്യായവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും വിട്ടുവീഴ്ചയുടെ അതുപോലെ നന്മയുടെ പക്ഷത്താകണം. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു വെച്ചപ്പോ ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് കുടുംബ ബന്ധം എന്ന സൃഷ്ടി എഴുന്നേറ്റ് നിന്ന ഒരു കഥ റസൂലുള്ളാഹി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നല്ലാഹ തആല ഖലഖൽ ഖൽഖ, അള്ളാഹു എല്ലാം പടച്ചു. ഹത്താ ഇദാ ഫറഗ മിൻഹും ഖാമത്ത് റഹിന്ന, എല്ലാ സൃഷ്ടി പ്രവർത്തനങ്ങളും കഴിഞ്ഞപ്പോ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, കാവല് ചോദിക്കേണ്ട ആളുകൾക്ക്, നിന്നോട് ആവലാതി പറയേണ്ടവർക്ക് പറയാനുള്ള സ്ഥലാണിത് റബ്ബേ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അതേ പറയാം. കുടുംബ ബന്ധം എന്ന സൃഷ്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് പോകാൻ പേടിയാണ് മനുഷ്യർക്കിടയിലേക്ക്. അപ്പോൾ അള്ളാഹു കൊടുത്തൊരു വാക്കുണ്ട്, നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിച്ചു കളയും എന്ന് പറഞ്ഞാൽ പിന്നെ അവനും അള്ളാഹുവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, കുടുംബ ബന്ധം മുറിച്ചാൽ. അപ്പോ നിലവിലുള്ള കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും മറ്റുള്ള ആളുകളെ തെറ്റിക്കുകയും ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, സമാധാനം കിട്ടണേ ഏട്ടനനിയനെ തെറ്റിക്കണം, ഉപ്പാനെയും മക്കളെയും തെറ്റിക്കണം എങ്കിൽ എന്തോ ഒരു വലിയ പ്രവൃത്തി ചെയ്തത് പോലെ, എന്നിട്ട് മാറിയിരുന്ന് ഊറിച്ചിരിക്കും. എന്ത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കൃത്യമായി മനസ്സിലാക്കണം, ഫസാദിന്റെ പക്ഷത്താണെങ്കിൽ ഇല്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഖുർആൻ, അത് തന്നെയാണ് ഹദീസും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സെപ്പോഴും സലാഹിന്റെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുക, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നന്മയുണ്ടാകണേ, കുടുംബത്തിൽ നന്മയുണ്ടാകണേ എന്ന് വിശാല മനസ്കതയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് കിട്ടിയാൽ നമ്മുടെ നന്മയുടെ പക്ഷത്താണ് നമ്മളുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വേറെ ആർക്ക് ബോധ്യപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്ത്, സലാഹിന്റെ പക്ഷത്ത് നമ്മൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ഇവിടെ ഖുതുബ തുടങ്ങുന്ന സമയത്ത് ആളുകൾ വളരെ കുറവാണ്.
വളരെ കുറഞ്ഞ ആളുകൾ ഏതായാലും ഈ പരിപാടിക്ക് വരുന്നില്ലേ? വെള്ളിയാഴ്ച നമ്മൾ ഇതിന് മാറ്റിവെച്ചതല്ലേ? എന്താ കുറച്ച് നേരത്തെ വന്നാൽ? നേരത്തെ വന്ന് പള്ളിക്കാർ ഇരിക്കുക, അങ്ങനെയൊക്കെ വേണം. ഇത് വേറെ ആരും നടത്തൂല, നമ്മൾ തന്നെ നടത്തേണ്ട പരിപാടിയാ. നമ്മൾ ഓരോ മഹല്ലിലും നിർബന്ധമായി നടത്തേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് നേരത്തെ വരിക, അച്ചടക്കത്തോടു കൂടി പള്ളിയിലിരിക്കുക, അൽക്കഹഫ് ഓതുക, ഇതുപോലുള്ള സുന്നത്തുകളൊക്കെ കൊണ്ടു നടക്കുക, നല്ലവരായി തീരുക. അതിനുള്ള പരിപാടിയാണിത്. അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും കുറ്റങ്ങളും പുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ അപാകതകളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഐക്യവും യോജിപ്പും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വളരെ നല്ല കുടുംബജീവിതം നയിക്കാൻ, വളരെ നല്ല സാമൂഹിക ജീവിതം നയിക്കാൻ, കഴിവിന്റെ പരമാവധി നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ, നന്മ പ്രവർത്തിക്കാൻ, അതിന്റെ വാക്താക്കളായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ചീത്ത ഫസാദ് ചിന്തിച്ചു പോകുന്നതിനെ തൊട്ട്, അത് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഏടുകളിൽ നിറയെ സ്വലാഹിയത്തിന്റെ നന്മയുടെ വിളികൾ ഉണ്ടാകണേ റഹ്മാനെ. അതിന്റെ വാക്താക്കളായി അംഗീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളുണ്ട്, അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.